ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഇന്ന് നമുക്ക് ഹിന്ദി ഗ്രാമറിലെ കാൽ, ഫ്യൂച്ചർ ടെൻസ് അത് പഠിക്കാം. ഭവിഷ്യത് കാൽ. ഇതോടുകൂടി ഇതാണ് നമ്മുടെ ഹിന്ദി ടെൻസസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ഭവിഷ്യത് കാൽ എന്നാണ് ഫ്യൂച്ചർ ടെൻസിന് ഹിന്ദിയിൽ പറയുന്നത്. രണ്ട് ഫോംസ് ഉണ്ട്. രണ്ട് ഫോംസും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഫോംസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഈ രണ്ട് ഫോംസും ഒന്നിച്ചാണ് പറയുന്നത്. മേം കാം കരൂങ്ക. കണ്ടോ, കരൂങ്ക. ഊങ്ക എന്നുള്ള ശബ്ദമാണ് വെർബിൻ്റെ കൂടെ ചേർക്കുന്നത്. മേം കാം കരൂങ്ക. ഇവിടെ മേമിൻ്റെ കൂടെ എപ്പോഴും ഹൂം വരും എന്ന് നമ്മൾ ഇതിന് മുൻപും പഠിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് ഹൂം എന്നുള്ള ശബ്ദം ഇവിടെ വരുന്നത്. കരൂങ്ക. അതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ ജോലി ചെയ്യും. മേം കാം കരൂം. ഇത് സെക്കൻഡ് ഫോമാണ്. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് മേം കാം കരൂങ്ക. അത് തന്നെ സെക്കൻഡ് ഫോം ഓഫ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ മേം കാം കരൂം എന്നാണ് വരുന്നത്. ഞാൻ ജോലി ചെയ്യട്ടെ. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ എഴുതിയത് പുല്ലിംഗ ഏകവചനം. മേം എന്നുള്ളത് പുല്ലിംഗ ഏകവചനം ആണ്. അതുകൊണ്ടാണ് ഇവിടെ കരൂങ്ക എന്ന് വന്നത്. ഇനി അത് സ്ത്രീലിംഗ ശബ്ദമായിരുന്നെങ്കിൽ മേം ജാഊങ്കി. കണ്ടോ, ജാഊങ്കി എന്നായി. ജാ എന്നുള്ളത് പോവുക എന്നുള്ള വെർബാണ് ഇവിടെ, പക്ഷേ ഊങ്കി എന്നാണ് ഇവിടെ ചേർക്കുന്നത്. അർത്ഥം വരുന്നത് ഞാൻ പോകും. ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്, ഞാൻ പോകും. അത് തന്നെ സെക്കൻഡ് ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസിലോട്ടാക്കുമ്പോൾ മേം ജാഊം എന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ പോകട്ടെ. ഓക്കെ. ഈ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് ഇപ്പം മേം കാം കരൂ, മേം ജാവൂ, തും കരോ എന്നൊക്കെ പറയുന്നത് ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോ, ഈ തും കാം കരോഗെ അല്ലെങ്കിൽ തും കരോഗെ എന്ന് പറയുമ്പോൾ തും എന്നുള്ളതിൻ്റെ കൂടെ ഹോ എന്ന ശബ്ദമാണ് ചേർക്കുക അല്ലേ. നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് തും ഹോ. അപ്പോൾ അത് ആ ഒരു സൗണ്ടാണ് ഇവിടെ വരുന്നത്. തും കരോഗെ, നിങ്ങൾ ചെയ്യും. അത് തന്നെ സെക്കൻഡ് ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പം തും കരോ, നിങ്ങൾ ചെയ്യൂ എന്നർത്ഥം വരുന്നു. ഇനി തും പഠോഗി. കണ്ടോ, ഇത് സ്ത്രീലിംഗ ശബ്ദമാണ്, ഇവിടെ പുല്ലിംഗ ശബ്ദമായിരുന്നു. അപ്പം തും കരോഗെ, ഓഗെ എന്ന് ചേർത്തു. ഇവിടെ വന്നപ്പോഴോ ഓഗി, സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ കൂടെ വന്നപ്പോൾ തും വന്നപ്പോൾ ചേർക്കുന്നത് ഓഗി. തും പഠോഗി, നിങ്ങൾ പഠിക്കും. സെക്കൻഡ് ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസ് എഴുതാൻ വളരെ ഈസിയാണ്. തും പഠോ. അവിടെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വെർബ് യൂസ് ചെയ്യുമ്പോൾ തും പഠോ, നിങ്ങൾ പഠിക്കൂ. അടുത്തത് വഹ് കരേഗ, അവൻ ചെയ്യും. വഹ് കരേഗ, കരേഗ എന്നാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണത് പുല്ലിംഗ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നത്. വഹ് എന്നുള്ളത് ഒരു പുല്ലിംഗത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നത് ഈ വെർബിൻ്റെ ഫോമിൽ നിന്നാണ്, കരേഗ. അപ്പോൾ അവൻ ചെയ്യും എന്നാണ് അർത്ഥം. അത് തന്നെ സെക്കൻഡ് ഫോം ഓഫ് ദ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ വഹ് കരേ, അവൻ ചെയ്യൂ എന്ന് വരും. ഇനി ഇത് വഹ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ വേ അല്ലേ. വേ ആയേങ്കെ. കണ്ടോ, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. വേ ആയേങ്കെ, അവർ വരും. വേ ആയേങ്കെ, അവർ വരും. വേ ആയേം. കണ്ടോ, സെക്കൻഡ് ഫോം ഓഫ് ദ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ ആയേം എന്നായി. അവർ വരട്ടെ അല്ലെങ്കിൽ അവർ വന്നേക്കാം എന്നുള്ള അർത്ഥം. ഇനി ഇവിടെ പ്ലൂറൽ വന്നപ്പോഴും നമ്മൾ പുല്ലിംഗ ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആയേങ്കെ. അതേസമയം അത് സ്ത്രീലിംഗ ശബ്ദമായിരുന്നെങ്കിലോ ലടുക്കിയാം. ലടുക്കിയാം എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ ശബ്ദമാണല്ലോ. ലടുക്കിയാം നാച്ചേങ്കി. കണ്ടോ, ഏങ്കി എന്നാണ് ഇവിടെ ചേർക്കുന്നത്. പെൺകുട്ടികൾ നൃത്തം ചെയ്യും. ലടുക്കിയാം നാച്ചേം, പെൺകുട്ടികൾ നൃത്തം ചെയ്യട്ടെ. അപ്പം ഫ്യൂച്ചർ ടെൻസിലെ രണ്ട് ഫോംസ് ആണുള്ളത്. ആ രണ്ട് ഫോംസും ഏത് രീതിയിലാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫസ്റ്റ് ഫോമിൽ കുറച്ച് കറക്ഷൻസ് ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതുമ്പോഴാണെങ്കിലും എഴുതി കഴിഞ്ഞൊന്ന് വായിച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ, ഇങ്ങനെ കറക്ഷൻസ് പഠിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. തെറ്റ് കൂടാതെ ആൻസേഴ്സ് എഴുതാൻ നോക്കാം. ഫസ്റ്റ് വൺ, ലഡുക്ക കാം കരോഗെ.
ഇവിടെ കണ്ടോ ഓഗേ എന്ന സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഓഗേ. ഹോ എന്നുള്ള സൗണ്ട് വരുന്നത് എവിടെയാണ്? തും അല്ല, ഇവിടെ തും അല്ലല്ലോ, ലഡുക്ക എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചേഞ്ച് വരുത്തണം? ലഡുക്ക കാം കരേഗ. കണ്ടോ, കരോഗേ എന്നുള്ളത് മാറ്റി കരേഗ എന്നാണ് വെക്കേണ്ടത്. അടുത്ത നോക്കാം. തും ആയേങ്ക. പറ്റില്ല. തും എന്ന് വന്നു കഴിഞ്ഞാൽ ഹോ അല്ലേ, തും ഹോ എന്ന് നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹോ എന്നുള്ള സൗണ്ടാണ് വരേണ്ടത്. ആ ഓഗേ. കണ്ടോ, ഹോ എന്നുള്ള സൗണ്ട് വന്ന പോലെയാണ്. ആ ഓഗേ. തും ആഓഗേ എന്ന് വേണം വയ്ക്കാൻ. അടുത്തത് മേം ഘേലേഗ. മേം ഹൂം അല്ലേ, ഹൂം എന്നുള്ള സൗണ്ട് ഇവിടെ ഇല്ല, അത് ചേർക്കണം വെർബിൻ്റെ കൂടെ. മേം ഘേലൂങ്ക. കണ്ടോ, ഘേലൂങ്ക. അടുത്തത് ശിവകുമാർ നഹായെങ്കി. ശിവകുമാർ എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ ഗീ എന്ന് വെക്കാവോ? പറ്റില്ല. ശിവകുമാർ നഹായേഗ. അതുപോലെ ശിവകുമാർ ഒരാളേ ഉള്ളൂ, അപ്പോൾ അവിടെ ഡോട്ട് ഇടരുത്. നഹായേഗ. ഇവിടെ കണ്ടോ, തെറ്റിച്ച് തന്നിരിക്കുന്നതിൽ ഡോട്ട് ഇട്ടിട്ടുണ്ട്, അത് വേണ്ട. അടുത്തത് സീത ഖാന പക്കായേഗ. സീത ഖാന പക്കായേഗ. കണ്ടോ, സീത എന്നുള്ളത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? പക്കായേഗി എന്ന് വെക്കണം. അടുത്തത് ലക്ഷ്മി ഗീത് ഗാഊങ്കി. കണ്ടോ, ഊം എന്നുള്ള സൗണ്ട് ചേർക്കുന്നത് എപ്പോഴാണ്? മേം വരുമ്പോഴാണ്. പക്ഷേ ഇവിടെ ലക്ഷ്മിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ, അപ്പോൾ ഇവിടെ ഊങ്കി എന്ന് വെക്കരുത്. ലക്ഷ്മി ഗീത് ഗായേഗി എന്ന് മതി. അടുത്തത് രാം ഔർ ലക്ഷ്മൺ വൻ ജാഓഗേ. ഓ എന്നുള്ള സൗണ്ട് എവിടെയാണ് വരിക? തുമ്മിൻ്റെ കൂടെ വരുള്ളൂ. പക്ഷേ ഇവിടെ പുല്ലിംഗ ബഹുവചനമാണ്. രാം ഔർ ലക്ഷ്മൺ വൻ ജായേങ്കി. കണ്ടോ, ഇവിടെ ഡോട്ട് ഇടണം. ജായേങ്കെ, സോറി, ഡോട്ട് ഇടണം. ജായേങ്കെ എന്നിടണം. ഇനി തും പൈസ ദേങ്കെ. ഹോ, ഓ എന്നുള്ള സൗണ്ട് ഇവിടെ ഇല്ല, അത് ചേർക്കണം. തും പൈസ ദോഗേ. കണ്ടോ, ദേങ്കെ അല്ല ദോഗേ എന്നായി. അടുത്തത് വഹ് ഗേലേങ്കെ. വഹ് ഗേലേങ്കെ പറ്റില്ല, കാരണം വഹ് എന്നുള്ളത് ഏകവചനമാണ്. അപ്പോൾ എങ്ങനെയാക്കി? വഹ് ഗേലേഗ എന്നാക്കി. അടുത്തത് മേം ഘത് ലിഖേഗ. മേം കൂടെ ഹൂം എന്ന് വരണം. അപ്പോൾ മേം ഘത് ലിഖൂങ്ക. കണ്ടോ, ഊം എന്നുള്ള സൗണ്ട് അവിടെ വന്നു. മേം ഘത് ലിഖൂങ്ക എന്ന് വെച്ചു. അടുത്തത് ആനന്ദ് ഔർ അജയ് കുമാർ ദൗഡേങ്കി. ആനന്ദ് ഔർ അജയ് കുമാർ പുല്ലിംഗ് ബഹുവചനമാണ്. അപ്പോൾ ആനന്ദ് ഔർ അജയ് കുമാർ ദൗഡേങ്കെ. കണ്ടോ, ദൗഡേങ്കി എന്ന് വെക്കരുത്, ദൗഡേങ്കെ. ഇവിടെ ഡോട്ട് ഇടണം, കാരണം പ്ലൂറലാണ്. അടുത്തത് ബച്ച രോങ്ക. ഊം എന്നുള്ള സൗണ്ട് എവിടെയാണ്? മേമിൻ്റെ കൂടെ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ബച്ചയാണ്. അപ്പോൾ ബച്ചയുടെ കൂടെ ആയതുകൊണ്ട് രോയേഗ. കണ്ടോ, രോയേഗ എന്ന് വെച്ചാൽ മതി. അടുത്തത് ലഡ്കി സ്കൂൾ ജായേഗ. ലഡ്കി എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ജായേഗ എന്ന് വെക്കരുത്, ജായേഗി എന്ന് വെക്കണം. ലഡ്കി സ്കൂൾ ജായേഗി. ബച്ചി ഖാന ഖായേങ്കി. ബച്ചി എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ അല്ലേ, കുട്ടി, പെണ്ണാണ്. അപ്പോൾ ഗായേഗി മതി, ഇവിടെ ഈ ഡോട്ട് വേണ്ട, അതാണ് അവിടുത്തെ കറക്ഷൻ. ബച്ചി ഖാന ഖായേഗി. ഇനി ലാസ്റ്റ് വൺ ഇവിടെ വന്നിരിക്കുന്നത് മാം മന്ദിർ ജായേഗ. മാം എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ എങ്ങനെ വെക്കണം? ജായേഗി. അപ്പം മാം മന്ദിർ ജായേഗി. ഇങ്ങനെ കറക്ഷൻസ് ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ റൂൾസ് നമ്മൾ തന്നെ പഠിക്കുകയാണ്. ഇനി സെക്കൻഡ് ഫോം ഓഫ് ഫ്യൂച്ചർ ടെൻസിലും ഇതുപോലെ ചേഞ്ചസ് വരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഹിന്ദി ഫ്യൂച്ചർ ടെൻസിലെ ഭവിഷ്യത് കാലിലെ സെക്കൻഡ് ഫോമിലോട്ട് ചില സെൻറ്റൻസുകൾ ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റൂൾസ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം ഇതാ മേം ആജ് സിനിമ ജാഊങ്ക എന്നുള്ള സെൻറ്റൻസിനെ നമ്മൾ സെക്കൻഡ് ഫോം ഓഫ് ഫ്യൂച്ചർ ടെൻസിലോട്ട് മാറ്റുമ്പോൾ മേം ആജ് സിനിമ ജാഊം ഉണ്ടോ, ജാഊം എന്ന് മതി. ഇനി അടുത്തത് തും കിതാബ് പഠോഗി എന്നുള്ളത് മാറ്റുമ്പോൾ തും കിതാബ് പഠോ. നെക്സ്റ്റ് നോക്കിയേ ആപ് ആജ് ക്രിക്കറ്റ് ഖേലേംഗെ. ആപ് ആജ് ക്രിക്കറ്റ് ഖേലേം. കണ്ടോ, ഈ മൂന്ന് സെൻറ്റൻസിൽ എന്താണ് വ്യത്യാസം കണ്ടത്? ഈ ഗാ എന്നുള്ളത് അങ്ങ് മാറ്റി അല്ലേ, ഗീ ഗേ എന്നുള്ളത് മാറ്റി
ജാവൂം എന്നിവിടെ വന്നു, പഠോ എന്നുള്ളത് ഇവിടെ വന്നു, ഖേലേം എന്നുള്ളത് ഇവിടെ വന്നു. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് സെക്കൻഡ് ഫോം ഓഫ് ദ ഫ്യൂച്ചർ ടെൻസ് എടുക്കാൻ പറ്റും. ഇനി ഹം ബാഹർ ചൽത്തേ ഹേം എന്നുള്ളത് ഹം ബാഹർ ചലേം എന്ന് വരും. കാരണം ഹം എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് ചലേം എന്നിവിടെ വരുന്നത്. അടുത്തത് ലഡ്കെ പഠ് രഹേ ഹേം, ലഡ്കെ പഠേം, ഇതുപോലെ തന്നെ പ്ലൂറലാണ്, അതുകൊണ്ട് പഠേം എന്ന് വന്നു. അടുത്തത് സീത ഖാന ഖായേഗി എന്നുള്ളത് സെക്കൻഡ് ഫോം ഓഫ് ദി ഫ്യൂച്ചർ ടെൻസിലോട്ട് മാറ്റുമ്പോൾ സീത ഖാന ഖായേ മതി. കാരണം ഈ കണ്ടോ ഗാ ഗീ എന്നൊക്കെ വന്നാൽ ഗാ അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും, വെർബ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. ഗായേ ഗീ എന്നുള്ളിൽ ഗീ എന്നുള്ളത് അങ്ങ് മാറ്റി ഗായേ, അത് മതി. അടുത്തത് രാം കാം കരേഗ, ഗാ എന്നുള്ളത് മാറ്റിയ രാം കാം കരേ. കണ്ടോ, അപ്പോൾ സെക്കൻഡ് ഫോം ഓഫ് ദ ഫ്യൂച്ചർ ടെൻസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതോടെ നമ്മൾ ഹിന്ദി ടെൻസസിൻ്റെ വീഡിയോസ് അവസാനിക്കുകയാണ്. താങ്ക് യു.